ദൈവനാമത്തിനും ദൈവവചനത്തിനും എപ്പോഴും മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് തന്നതിനും ആ കർത്താവിൻ്റെ വചനത്തോടും ദൈവത്തോടുമൊപ്പം ചേർന്ന് നിന്ന് നമ്മുടെ ഇന്നത്തെ കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിനും ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ലൂക്ക എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള തിരുവചനം. എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുലചിത്തരാകുകയും വേണ്ട. ഈ ലോകത്തിൻ്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച്, നമ്മുടെ ആകുലതകളെക്കുറിച്ച്, എന്ത് ഭക്ഷിക്കും, എന്ത് ധരിക്കും, എവിടെ നിന്ന് പണമുണ്ടാകും, മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ, അങ്ങനെ ആകുലത നിറഞ്ഞ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തതയോടെ ഈശോ സംസാരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വാണിംഗ് തരികയാണ്. ഈ ലോകം പ്രോസ്പെരിറ്റിക്കും സമൃദ്ധിക്കും പിന്നാലെ പായുമ്പോൾ നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി നിരന്തരം ശ്രമിക്കുമ്പോൾ ഈശോ പറയുകയാണ്, ഈ ലോകത്തിൻ്റെ മക്കളാണ് അതെല്ലാം ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ എന്നിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങൾ സ്വർഗരാജ്യം അന്വേഷിക്കും, നിങ്ങൾ എൻ്റെ പിതാവിനെ അന്വേഷിക്കുവിൻ, ജീവനുള്ള ദൈവത്തെ അന്വേഷിക്കുവിൻ. നിങ്ങൾക്ക് എന്തെല്ലാം വേണ്ടതെന്ന് ആ സ്നേഹനിധിയായ പിതാവിന് അറിയാം. അതെല്ലാം സമൃദ്ധമായിട്ട് ആ പിതാവ് തരും. നമ്മൾ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങുമ്പോഴേ നമ്മൾക്ക് വേണ്ടത് ഓരോന്നും ലഭിക്കുവാൻ തുടങ്ങും. ലോകത്തിലുള്ള ആരുടെയെങ്കിലും ശക്തി കൊണ്ടോ കഴിവുകൊണ്ടോ അല്ല നമുക്ക് എന്തെങ്കിലും ലഭിക്കുന്നത്. നമ്മൾ മനസ്സറിഞ്ഞ് നിഷ്കളങ്കതയോടെ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് സ്വർഗത്തെയും ദൈവത്തെയും അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിന്റെ വീട്ടിൽ അനുഗ്രഹം ലഭിക്കുവാൻ തുടങ്ങും. അനുഗ്രഹം ലഭിക്കണമെങ്കിൽ, നിന്റെ ഭവനത്തിൽ പ്രോസ്പെരിറ്റി ഉണ്ടാകണമെങ്കിൽ, മക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആദ്യം നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങുക. നമ്മൾ പിരിഞ്ഞുപോയ, നമ്മൾ ബന്ധം മുറിച്ചുപോയ ആ പിതാവിൻ്റെ അടുക്കിലേക്ക്, സ്നേഹനിധിയായ പിതാവിൻ്റെ അടുക്കിലേക്ക്, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾ അന്വേഷിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ, അത് നമ്മുടെ ദേവാലയത്തിലേക്കാകാം, ജീവിത പങ്കാളിയുമായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാകാം, വിശുദ്ധ ഗ്രന്ഥം നിങ്ങൾ കയ്യിലെടുത്ത് വായിക്കുമ്പോഴാകാം, നിങ്ങളുടെ മനസ്സ് ദൈവത്തിങ്കിലേക്ക് പരാതികളോ പരിഭവങ്ങളോ ആകുലതകളോ ഇല്ലാതെ കർത്താവിനിലേക്ക് തിരിയുമ്പോൾ
അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ അനുഗ്രഹങ്ങൾ നിറയാൻ തുടങ്ങും. ദൈവത്തിങ്കിലേക്കാണ് തിരിയേണ്ടത്. ഒരിടത്തും പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ചിന്ത വേണ്ട. ആകുലത വേണ്ട എന്നാണ് ഈശോ പറയുന്നത്. നമ്മൾ ലോകത്തിൻ്റേതായി നിൽക്കുമ്പോഴാണ് നമുക്ക് എന്തിനെക്കുറിച്ചും ആകുലതയുള്ളത്. അത് മാറ്റിയിട്ട് ദൈവസമക്ഷം നിഷ്കളങ്കതയോടെ എല്ലാ ചിന്തകളും, കർത്താവേ നിനക്ക് എന്നെക്കുറിച്ച് അറിയാം, നീ എനിക്കെല്ലാം തരും, നീ എൻ്റെ പിതാവാണ് എന്ന് ഉറച്ച വിശ്വാസത്തോടെ സ്വർഗത്തെ നോക്കിയിരിക്കാൻ തുടങ്ങുമ്പോൾ, സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, ആ സ്നേഹനിധിയായ പിതാവിനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ജീവനുള്ള കർത്താവിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ആകുലത നിങ്ങളെ വിട്ടുമാറുകയും നിങ്ങളുടെ ഭവനത്തിൽ സമൃദ്ധിയും പ്രോസ്പെരിറ്റിയും ഉണ്ടാവുകയും ചെയ്യും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധിയും എല്ലായ്പ്പോഴും നിങ്ങൾക്കുണ്ടാകട്ടെ. ആകുലതകളെ മാറ്റിവെച്ചുകൊണ്ട്, എന്തിനെക്കുറിച്ചുമുള്ള ചിന്തകളെ മാറ്റിവെച്ചുകൊണ്ട് ഒന്നിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക: ഞാനും എൻ്റെ ദൈവവും. ആ ദൈവം എനിക്കെല്ലാം തരും. വാ കൊണ്ട്, അധരം കൊണ്ട് അത് കർത്താവിൻ്റെ മുന്നിൽ ഉച്ചരിക്കുവാൻ തുടങ്ങുക. ദൈവം ഇന്ന് എൻ്റെ ഭവനത്തിൽ സമൃദ്ധി തരും. ദൈവം എൻ്റെ മക്കളെ അനുഗ്രഹിക്കും. ദൈവം എൻ്റെ എല്ലാ ദാരിദ്ര്യവും എടുത്തു മാറ്റും. ദൈവം എൻ്റെ കടബാധ്യതകളെ എടുത്തു മാറ്റും. ദൈവം എൻ്റെ രോഗാവസ്ഥകളിൽ സൗഖ്യം തരും. അങ്ങനെ അധരം കൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ തൻ്റെ അവസ്ഥകൾ പറയാൻ തുടങ്ങുമ്പോൾ അത് അനുഗ്രഹമായി നിങ്ങളുടെ ജീവിതത്തിൽ വരും. യേശുക്രിസ്തുവിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആകുലതകളെ എടുത്തു മാറ്റി സ്വർഗരാജ്യത്തെ അന്വേഷിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ജീവിതം അനുഗ്രഹം നിറഞ്ഞതാകും, സമൃദ്ധി നിറഞ്ഞതാകും, പ്രോസ്പെരിറ്റി നിറഞ്ഞതാകും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.